ഹലോ ഫ്രണ്ട്സ്, അക്കച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു കട്ട്ലറ്റാണ്. ചീര ഉപയോഗിച്ചുള്ള കട്ട്ലറ്റാണ് തയ്യാറാക്കുന്നത്. ചിക്കനും ബീഫും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് കാണാം. കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ചീരയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചീര അറിയാവുന്നതാണ്. നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ വെറുതെ ഉണ്ടാകുന്ന ചീരയാണ്. ഒരു പരിചരണവും ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഈ ചീരയുള്ളവർ ഒട്ടും കളയാതെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമേ ഞാൻ ചെയ്യുന്നത് കട്ട്ലറ്റിന് വേണ്ട ഈ സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കുകയാണ്. ചൂടായിരിക്കുന്ന ഈ കടായിലേക്ക് 4 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ച് നിങ്ങൾ വഴറ്റിയെടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൂട്ടത്തിൽ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നുറുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. സവാള നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഒത്തിരി സമയത്ത് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഒരു 3 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിനാവശ്യമായ മസാലപ്പൊടികളാണ്. ആദ്യമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ്. വീണ്ടും ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ പൊടികളെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയൊരു കപ്പ് ചീരയാണ്. ഇത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഈ ചീരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചീര നന്നായിട്ട് വഴന്ന് പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ചീര പെട്ടെന്ന് വഴന്ന് സോഫ്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഒരു പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചെടുത്തതാണ്. കൂട്ടത്തിൽ 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. സവാള വഴറ്റാൻ നേരം ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ പൊട്ടറ്റോയും ചീരയും നന്നായിട്ട് വഴന്ന് മിക്സായിട്ടുണ്ട്. ഇതേപോലെ വേണം ഇത് വഴറ്റി യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇനിയും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ്. ചൂടോടുകൂടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. ചൂട് മാറിയതിന് ശേഷം വേണം കട്ട്ലറ്റിന് ഷേപ്പ് കൊടുക്കാനായിട്ട്. ഇത് തണുക്കുമ്പോഴേക്കും കട്ട്ലറ്റ് മുക്കാറുള്ള മൈദ റെഡിയാക്കിയെടുക്കാം. 100 ഗ്രാം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കി ലൂസാക്കി എടുക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മൈദ റെഡിയാക്കി എടുക്കാനായിട്ട്. മൈദ ഇല്ലാത്തവർക്ക് പകരം 2 മുട്ടയുടെ വെള്ളം എടുത്ത് ഇതേപോലെ ഉപയോഗിക്കാവുന്നതാണ്. കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്.
ഇനിയും കട്ട്ലറ്റിന് ഷേപ്പ് കൊടുക്കുക. ഇതിൽ നിന്നും ഓരോ ബോളുകളെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഓവൽ ഷേപ്പോ റൗണ്ടോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കട്ട്ലറ്റാണ് കഴിക്കാനായിട്ട്. ചീര വളരെ ഗുണമുള്ള സാധനമാണ്. എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ചൂടായിരിക്കുന്ന ഓയിലിലേക്കിട്ട് ഇത് ഫ്രൈ ചെയ്യാം. ഓരോന്നും തയ്യാറാക്കി വെച്ചിരുന്ന മൈദയിലേക്ക് ഇട്ട് കൊടുക്കുക. മൈദയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൽ കവർ ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. എല്ലാ കട്ട്ലറ്റും ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം അല്പം കുറച്ചതിന് ശേഷം ഓരോന്നും ഇട്ട് കൊടുക്കുക. മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. കട്ട്ലറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാ കട്ട്ലറ്റും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. രണ്ടാമത് നമ്മൾ കട്ട്ലറ്റ് ഈ ഓയിലിലേക്ക് ഇടുമ്പോൾ ഈ ഓയിലൊന്ന് അരിച്ചിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കട്ട്ലറ്റാണ്. ചീര നമ്മൾ സ്ഥിരം കറിയായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇത് കണ്ടോ, ചിക്കനും ബീഫൊക്കെ വെച്ചുണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള അതേപോലെ തന്നെ ഒരു കട്ട്ലറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സഹകരിക്കണേ. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.